വിഷുവിൻ്റെ അടുത്ത ദിവസം കാലത്ത് എഴുന്നേറ്റ് കുളിച്ച വഴി ഓടുവാണ് സുഭദ്രാമ്മയുടെ വീട്ടിലേക്ക്. അവിടെ ഇന്ന് കല്ലിടയിലാണ് കേട്ടോ. ഞാനാണ് ലേറ്റായിട്ട് വന്ന ആൾ. ഓൾറെഡി അമ്മുവൊക്കെ ഫുൾ മേക്കപ്പിൽ അവിടെ ഉണ്ടായിരുന്നു. കുളിച്ചൊരു പൊട്ടും തൊട്ട് വന്നു എഴുന്നേറ്റ്. ഇപ്പോൾ ലേറ്റായിപ്പോയി. രാവിലെ ഉണ്ണിക്കുട്ടൻ ചെയറെടുക്കാൻ വേണ്ടി വിളിച്ച് എഴുന്നേപ്പിച്ചാണെങ്കിലും പിന്നെ അറിയാതെ കിടന്നുറങ്ങുപോയി. എന്താ പറയുക, പൂജയോ എന്തോ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ അവിടെ. അതിനെക്കുറിച്ചൊന്നും ആധികാരികമായി എനിക്ക് സംസാരിക്കാൻ അറിയാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ സംസാരിക്കുന്നില്ല. ഇതെൻ്റെ കുട്ടി ഫാൻസാണ്. അപ്പം അവർ പറയുകയാണ്, സരസ്വതിയുടെ മക്കളാണ് ആദി, അനിയക്കുട്ടി, എൻ്റെ വീഡിയോസൊക്കെ കാണാറുണ്ട്, ലൈക്ക് ചെയ്യാറുണ്ടെന്ന് പറഞ്ഞതാണ്. സുഭദ്രാമ്മ ഇവിടെ നിൽപ്പുണ്ട്. പിന്നെ അവരുടെ ക്ലോസ്ഡ് ആയിട്ടുള്ള റിലേറ്റീവ്സ്, നമ്മൾ കുറച്ച് അയൽവക്കക്കാർ, നാട്ടുകാർ മാത്രം ആണുള്ളത്. കാരണം ഈ ഫംഗ്ഷൻ കഴിഞ്ഞ് അടുത്തത് രായമാമ്മയുടെ വീട്ടിൽ ഫുഡ് അടിക്കാൻ പോകേണ്ടതാണ്. കാരണം അവിടെ ഇന്ന് പ്രവാസലിയാണ്. രാജമ്മ ചേച്ചിയുടെ വീട്ടിൽ അവരൊക്കെ പറയുന്ന പോലെ രായമാമേൻ്റെ വീട്ടിൽ ഫുഡ് അടിക്കാൻ പോകണം എന്ന് പറഞ്ഞ് ഞങ്ങൾ ഈഗർലി വെയിറ്റിംഗ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ചടങ്ങുകളൊന്നും കംപ്ലീറ്റ് ആയിട്ട് ശ്രദ്ധിച്ചില്ല കേട്ടോ. ഇതെന്തോ കോയിൻ ഒക്കെ വെക്കുകയാണ്. അപ്പം അപ്പോൾ ചേട്ടൻ്റെ സിസ്റ്റേഴ്സും ഫാമിലി മെമ്പേഴ്സും എല്ലാവരും ആണ് അത് ചെയ്തത്. അപ്പുച്ചേട്ടൻ എന്ന് പറയുന്നത് സുഭദ്രാമ്മയുടെ ഹസ്ബൻഡാണ് കേട്ടോ. അതായത് ഈ വീട്ടിലെ ഗ്രഹനാഥൻ. അപ്പോൾ അതെ അനുക്കുട്ടി മാറി നിൽക്കുമായിരുന്നു നാണം കൊണ്ട്. അപ്പോൾ സുഭദ്രാമ്മ വിളിച്ചുകൊണ്ട് പോയി കോയിൻ വെച്ച് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. അനുക്കുട്ടീനെയൊക്കെ കാണുമ്പോൾ ഞങ്ങളുടെ ചൈൽഡ്ഹുഡ് എനിക്ക് ഓർമ്മ വരും കേട്ടോ. അനുക്കുട്ടി, ഉണ്ണിക്കുട്ടൻ, ആദിക്കുട്ടൻ, ഇവർ മൂന്നുപേരാണ് ഇവിടുത്തെ ന്യൂജൻ ഗ്യാങ്. അപ്പോൾ അതേ പ്രാർത്ഥിച്ച് എല്ലാവരും കൂടെ കല്ലിറക്കി വെച്ചു. ഇനിയിപ്പോൾ ഉടനെ തന്നെ ഇതൊക്കെ പെട്ടെന്ന് പണി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചു. ആണോ? കൊച്ചിന് ഇഷ്ടപ്പെട്ട ഉടുപ്പ്? വേറൊന്നുമല്ല, ലച്ചുചേട്ടൻ പൂജാരിക്ക് കൊടുക്കാൻ പറഞ്ഞ് അവലും പലരും സ്വന്തമായിട്ട് എടുത്ത് കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് ഉണ്ണിക്കുട്ടൻ പറഞ്ഞത് ഇത് നിങ്ങൾക്ക് കഴിക്കാനുള്ളതല്ല, അവിടെ കൊടുത്തിട്ടാണ് കഴിക്കേണ്ടത്. പിന്നെ നേരെ ചിരിച്ചോന്ന് ചിരി ഫോണി വരില്ല, സൗണ്ട് ഫോണി വരില്ലതാണ്. ചേച്ചി ഒന്ന് ചിരിക്കൂ. ക്ലിയർ ചിരിച്ചേ. എന്താണെന്നറിയില്ല, ഞാൻ ഫോൺ എടുക്കുന്ന കാണുമ്പോഴേ നാട്ടുകാരെ പേടും. എൻ്റെ വീഡിയോയിൽ വരാൻ പേടിയാണ്. രാമശേഷിയുടെ വീട്ടിലെന്നൊക്കെ പറയാൻ നമ്മളൊക്കെ ചെറുപ്പം തൊട്ടേ ഫുൾ ടൈം അവിടെ ആയിരുന്നു. അപ്പം അവരുടെ ഹൗസ് വാമിംഗ് ആണ്. ഇത് എൻ്റെ ക്ലോസസ്റ്റ് ബഡീസാണ്. ഇതാണ് ഞാൻ പറഞ്ഞ മൂവർ സംഘം. ആദി, ഉണ്ണിക്കുട്ടൻ, അനുക്കുട്ടി, ഇവർ മൂന്നുപേരാണ് ഞങ്ങളുടെ ചൈൽഡ്ഹുഡിനെ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്ന ഈ തലമുറയിലെ ഇവിടുത്തെ കുട്ടിപ്പട്ടാളം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം പിന്നെ ഓഫ് കോഴ്സ് ലേഡീസിന് മിറേഴ്സ് കണ്ടു കഴിഞ്ഞാൽ വിടാൻ പറ്റില്ലല്ലോ. അപ്പോൾ അമ്മുവിൻ്റെ വീട്ടിൽ ഞങ്ങൾ കഥ പറഞ്ഞ് കത്തി പിടിച്ച് ഇരിക്കുവാണ്. സമയമാകുമ്പോൾ പോയാൽ മതിയല്ലോ എന്ന്. അപ്പോൾ സുധരാമൻ ഞങ്ങളെയൊന്നും കാണാതായിട്ട് അന്വേഷിച്ച് വന്ന രംഗമാണ് ഈ കാണുന്നത്. ഇപ്പോൾ ഫേസ് ചെയ്ത് സുധരാമയ്ക്ക് പേടിയൊക്കെ അങ്ങ് മാറി കേട്ടോ. എൻ്റെ ക്യാമറനെ ഇത് ഇസുക്കുട്ടിയുടെ പേര് ഇസുക്കുട്ടി എന്നാളുള്ള കാര്യം ഞാൻ മറന്നുപോയി. സാറാമേ എന്നാണ് വിളിക്കുന്നത്. ഋതുചേട്ടൻ്റെ റിയയുടെ മോളാണ് കേട്ടോ. അപ്പോൾ അവൾക്ക് പൂവ് ചേർത്തപ്പം എനിക്ക് എൻ്റെ ചൈൽഡ്ഹുഡ് മെമ്മറീസ് ഒത്തിരി ഇതാക്കാൻ പറ്റി. നമ്മളും കുഞ്ഞായിരിക്കും ഇങ്ങനെ പൂവൊക്കെ വെച്ചിട്ട് കണ്ണാടി നോക്കി സൈഡിലേക്ക് മുടിയാട്ടി പൂവാട്ടി ഒക്കെ അതുപോലെ തന്നെ. ഇപ്പം ഇരിക്കുന്ന പോലെ ഒന്നുമല്ല കേട്ടോ, ഒരു കൊച്ചു കുറുമ്പിയാണ്. പക്ഷേ അടിപൊളിയാണ് കേട്ടോ. ആളെന്താ പറയുക, നല്ല ഫ്രണ്ട്ലി ആണ്. പിന്നെ കുട്ടികളെ എപ്പോഴും അടിപൊളിയാണല്ലോ, ദേ ആർ ഏഞ്ചൽസ് എന്നാണല്ലോ പറയുക. അപ്പോൾ ഇങ്ങനെ അവൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെച്ച് അവളുടേതായ രീതിയിൽ സ്റ്റൈലൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. പാട്ട് പാടുന്നു, എല്ലാം ഉണ്ട്. ശരിക്കും നമ്മുടെയൊക്കെ ചൈൽഡ്ഹുഡ് അതേപോലെ തന്നെ എന്താ പറയുക, നമുക്ക് ഒരു നിമിഷം ബാക്കിലേക്ക് അവൾ കൊണ്ടുവന്നു അറിയാം. പിന്നെ ഓഫ് കോഴ്സ് ഫുഡിങ് ടൈമായിരുന്നു. നല്ല സദ്യയായിരുന്നു. പായസം എപ്പോഴും ഒരു വീക്ക്നെസ് ആണല്ലോ. പപ്പടം, പഴം, പായസം. പിന്നെ ഇവരൊക്കെ ബാംഗ്ലൂരാണ് കേട്ടോ. അപ്പം നാട്ടിൽ ഫംഗ്ഷൻ നടന്നപ്പോൾ പഴയ ഫ്രണ്ട്സിനെയൊക്കെ കണ്ട് അനീഷേട്ടനും അച്ചി ചേച്ചിയും പിള്ളേരൊക്കെ സംസാരിക്കുകയാണ്. ഇതെൻ്റെ ക്യാമറ കണ്ടിട്ടോ വെറുതെ പോലെ ആ മുഖട്ടിയും നന്ദിക്കുട്ടനൊക്കെ ഓടിപ്പോവാണ്. ഇത് പിന്നെ പിറ്റേ ദിവസം അവിടെയൊക്കെ ഇവിടെ നാട്ടിൻപുറത്തൊക്കെ ഫംഗ്ഷൻ നടന്നു കഴിഞ്ഞാൽ നൈബേഴ്സിനൊക്കെ എന്താ പറയുക, മിച്ചം വരുന്ന ഫുഡൊക്കെ ഷെയർ ചെയ്യുക, അങ്ങനെ എക്സ്ട്രാ ഷെയർ ചെയ്യുക. മിച്ചം വരുന്ന മാത്രമല്ല, എക്സ്ട്രാ എല്ലാവർക്കും ഷെയർ ചെയ്യുക എന്നുള്ളവരുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പത്രം കൊടുക്കാൻ വരുന്ന വഴി ഞങ്ങൾ നാടിൻ്റെ കുറച്ച് പ്രകൃതി ഭംഗിയൊക്കെ ഞാൻ ഒപ്പിയെടുത്തതാണ് എൻ്റെ ക്യാമറയിൽ, ഫോണിൽ. ഞാൻ പറഞ്ഞിട്ടുള്ള പോലെ ഈ നാട്ടിൻപുറത്ത് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. ആ മരം അതിൻ്റെ ഇടയിൽ ചന്ദ്രൻ നിൽക്കുന്നുണ്ടപ്പോൾ നല്ല ഭംഗിയുണ്ട്. എന്നാൽ പിന്നെ ഞാൻ വിചാരിച്ചു നിങ്ങളെയും കൂടെയൊക്കെ ഒന്ന് കാണിക്കാമല്ലോ വെച്ച് ക്യാപ്ചർ ചെയ്താണ്. ഇതൊക്കെ ഭയങ്കര വലിയ പാടങ്ങളാണ് മഴ പെയ്യുന്ന സമയത്ത്. പക്ഷേ ഇപ്പം വരണ്ട ഭൂമി പോലെയാണ് കിടക്കുന്നത് കേട്ടോ. കുറേ കൊക്കുകളും പശുക്കളൊക്കെ ആയിട്ട് അങ്ങനെ നിൽക്കുന്നു.
കൊക്കുകളാണ് സർവത്ര മുഴുവൻ. ഇതാണ് എൻ്റെ നാടിൻ്റെ ഒരു കുഞ്ഞ് പോർഷൻസ്, വെരി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പോർഷൻസ്. അടുത്ത ദിവസം ഇതായിരുന്നു നമ്മുടെ ആ ഹൗസ് വാമിങ് നടന്ന വീട് കേട്ടോ. അപ്പോൾ നമ്മൾ ആ പാത്രമൊക്കെ കൊടുക്കാൻ വന്ന വഴി ജസ്റ്റ് അമൃതയുടെ വീടിൻ്റെ ടെറസിൻ്റെ മേലെ നിന്ന് നോക്കുന്നത് കാണുന്ന വിഷ്വൽസാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ ഇങ്ങനെ രാമ ചേച്ചി പറയുമായിരുന്നു, ഈ പെണ്ണിൻ്റെ കാര്യം കൊണ്ട് തോറ്റു, എന്ത് ചെയ്താലും അത് ഈ ഫോണിൽ പകർത്തിയെടുക്കല ഇവളുടെ പരിപാടി എന്നൊക്കെ പറഞ്ഞ് എന്നെ ഇങ്ങനെ കളിയാക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു എത്ര വർഷം കഴിഞ്ഞാലും എല്ലാവരെയും കാണാൻ പറ്റുമല്ലോ. അപ്പം നാട്ടിലില്ലാത്ത എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ട്, വിഷ്ണു ഒക്കെ ആണെങ്കിലും അവരൊക്കെ എൻ്റെ വ്ളോഗ്സ് കണ്ടിട്ടാണ് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ അതേപോലെ നമ്മൾ നറേറ്റ് ചെയ്യുന്നത് പോലെയല്ലോ വിഷ്വലൈസേഷൻ എന്ന് പറയുമ്പോൾ. അപ്പം ദേ സന്ധ്യ ആയപ്പോൾ വിളക്ക് കത്തിച്ച് നാമം ജപിക്കാനിരിക്കുകയാണ് കേട്ടോ. ഇതൊക്കെ തന്നെയാണ് എൻ്റെ നാട്ടിനെ ബ്യൂട്ടിഫുൾ ആക്കുന്നതും ഈ നാട്ടിൻ്റെ ഭംഗി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ റീസെൻ്റ്ലി ഹൗസ് വാമിങ് കഴിഞ്ഞ വീട്. നല്ല നൈസ് വീടാണ്, എന്താ പറയുക, ഓടൊക്കെ ഇട്ട് ഭയങ്കര കൂളിംഗ് ആണ്. ഒരു പാടത്തിൻ്റെ കുറച്ച് നടുക്ക്